ഒരാളെ അച്ഛൻ വഴക്ക് പറഞ്ഞിട്ട് ഒരാളെ കടന്ന് വേണ്ട. ആരെൻ്റെ മോനെ അടിയിരുന്നോ? അച്ഛൻ പിന്നെയും വഴക്ക് പറയൂ. അടിയിരിക്കേ, അടിയിരുന്നോ? അവിടെ തന്നെ ഇരുന്നോ? അമ്മേനെയും വഴക്ക് പറയും, മോനെയും പറയും. അടിയിരുന്നോ? തലയും താഴ്ത്തിയിട്ട് കിടന്നതിന് ഇത്രയും സമയം അവിടെ ഇരുന്നോ എൻ്റെ പൊന്നു മോൻ കേട്ടോ. അമ്മ ദോശ വിടട്ടെ. ഈ ദോശേൻ്റെ മണമുള്ളത് കൊണ്ടാ നല്ല പേപ്പർ പോലത്തെ ഉഴുന്നിൻ്റെ ദോശ. ദോശയും മുട്ടയും അവന് ദോശ ഉണ്ടെങ്കിൽ അതേ വേണ്ടു മോനെ. അച്ഛനിങ്ങനെ ഇരുത്തം കാണാൻ നല്ല ഭംഗി. ഇവിടെ കിച്ചണിൽ വന്നിട്ട് എൻ്റെ പിന്നിൽ ഇങ്ങനെ കിടക്കുവാന്ന് ഇവിടെ തറയിൽ. അപ്പോൾ അവന് തണുപ്പ് പിടിക്കുമ്പോൾ അച്ഛൻ അവിടെ അഴുക്കുണ്ടാവില്ലേ. വേണ്ട, നല്ല നൈസായിട്ട് ഇച്ചിരി നെയ്യ് തൂവിയാൽ സൂപ്പർ ദോശ കിട്ടും. അവിടെ ഒരാൾ ഇരിക്കുന്ന കാണിച്ചു തരാതെ എന്നെ ഇങ്ങോട്ട് നോക്കിയിട്ട് വേണ്ട, ഇങ്ങോട്ട് വേണ്ട, അച്ഛൻ വഴക്ക് പറയൂ. അങ്ങ് പോയിട്ടിരുന്നോ? അച്ഛൻ അമ്മക്കും പേടിയാ അച്ഛനാ. ശരാ മോനോട് കയറി കിടന്നോ വാവ. ഓ ഇങ്ങോട്ട് പോയി അവിടെ ഇരുന്നമ്മ, എഴുന്നേക്കണ്ട. അമ്മ ദോശയും മുട്ടയും കൊണ്ടുവരുമ്പോൾ മാത്രം എണീറ്റാൽ മതി കേട്ടാ. എൻ്റെ അപ്പ കണ്ണായത്, അമ്മേൻ്റെ പൊന്നിൻ്റെ കണ്ണായത്. അവിടെ ഇരുന്നു കേട്ടാ. ആടാ ഇവിടെ ഒന്നും വേണ്ടടാ, ഇവിടെ എല്ലാം വെള്ളം ഇട്ടിട്ടുണ്ട്. അന്നേരം കുഞ്ഞിന് ഇൻഫെക്ഷൻ ആണെന്ന് അച്ഛൻ പറയുന്നേ. ആ കണ്ട, മനസ്സിലായല്ലോ പൊന്നു മോനെ. അപ്പം നമ്മുടെ ദോശ റെഡി ആകുന്നുണ്ട്. അങ്ങനെ നമുക്ക് തിരിച്ചിടാം. നല്ല പേപ്പർ പോലെ സാമ്പാറും കൂട്ടിയിട്ട് കഴിക്കാൻ സൂപ്പറായിരിക്കും അല്ലേ.